കിട്ടിയിട്ടില്ലാത്ത തങ്ങളുടെ ആരാധനാലയങ്ങൾ അധികാരിവർഗത്തെ കൊണ്ടുപോലും സംരക്ഷിക്കുവാൻ കഴിയാത്തത് കണ്ടിട്ട് ആർത്തട്ടഹസിച്ചു വരുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട നാടിന്റെ നാനാഭാഗത്തും ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗുവാഹത്തിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ബിജോറിലുമെല്ലാം തെരുവോരങ്ങളിൽ പേപ്പട്ടികളെ പോലെ തല്ലുകൊണ്ടും അടികൊണ്ടും വെടികൊണ്ടും വീഴാൻ വിധിക്കപ്പെട്ട സ്വന്തം പെങ്ങന്മാരുടെയും മാതാക്കന്മാരുടെയും ചാരിത്രം സംരക്ഷിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട സ്വന്തം പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട സ്വന്തം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഭവനങ്ങളുടെ സംരക്ഷണം പോലും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഇന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന 1947 കാലഘട്ടങ്ങളെന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാനവർഗമായി ഈ രാജ്യത്തെ അടിസ്ഥാനവർഗമായ 85% വരുന്ന ജനവിഭാഗത്തിന് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്വാതന്ത്ര്യം കിട്ടിയത് മണിമേടകളിൽ വിരാജിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള തമ്പുരാക്കന്മാർക്ക് മാത്രമാണ്. അധികാരത്തിന്റെ ചെങ്കോല് കരങ്ങളിലേന്താൻ അവസരം കിട്ടിയ തമ്പുരാക്കന്മാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മാരകമായ രോഗം പിടിപെട്ട് കണ്ണുകുഴിഞ്ഞ് എല്ലുണ്ടി മാരക രോഗം പിടിപെട്ട പോഷകാഹാരക്കുറവുകൊണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ശ്വാസം വലിച്ചുവിടാൻ പോലും ബുദ്ധിമുട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും തോളിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകളോളം മൺകുടങ്ങളുമായി യാത്ര ചെയ്ത് പൈപ്പുകൾക്ക് മുന്നിൽ മൺകുടങ്ങൾ വെച്ച് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ഗ്രാമീണന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്നും കയറിക്കിടക്കാൻ 6 അടി മണ്ണിന്റെ പോലും അവകാശമില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ അന്തിമ